ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ സീസണിലെ ചാമ്പ്യൻസ് ലീഗ് ടൈറ്റിൽ വിന്നർ ആരായിരിക്കും എന്നുള്ളൊരു പ്രഡിക്ഷൻ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ സീസണിൽ ഞാൻ പ്രഡിക്റ്റ് ചെയ്തതിൽ വെച്ച് വളരെയധികം എനിക്ക് വിപരീതമായിട്ട് വന്ന ഏക മാച്ച് ഏതാണെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും ചിന്തിക്കുന്ന ഒരു മാച്ച് തന്നെയായിരിക്കും ലിവർപൂൾ വേഴ്സ് PSG. ഫസ്റ്റ് ലെഗിലും വളരെയധികം സഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. പേഴ്സണലി ഫസ്റ്റ് ലെഗിൽ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പാരീസിൽ പോകുന്നു, പാരീസിനെ പന്നിക്കിട്ട് വരുന്നു, അതുപോലെ ആൻഫീൽഡിൽ വന്നിട്ട് വലിയൊരു ബിഗ് മാർജിനിൽ ലിവർപൂൾ വിജയം കരസ്ഥമാക്കുന്നു എന്നാണ് പേഴ്സണലി ഞാൻ ഒരു 100% കൺഫേം ചെയ്ത ഒരു കാര്യമാണ്. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ സീസണിൽ ലിവർപൂൾ എനിക്ക് തോന്നുന്നു ഇതുവരെയുള്ള എല്ലാ സീസണും വെച്ച് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് വൺ ഓഫ് ദ ബെസ്റ്റ് സീസൺ എന്ന് ഞാൻ പറയുന്നത് ഈ ഒരു സീസൺ തന്നെയാണ്. അത്രയധികം ഇനി എത്ര വലിയ ബിഗ് മാച്ചസ് വന്നു കഴിഞ്ഞാലും റയൽ മാഡ്രിഡിനെ പണിക്കിടുന്നു, ഒരുപാട് വലിയ ടീമിനെ വളരെയധികം ഈസി ആയിട്ട് വിൻ ചെയ്ത ലിവർപൂളിനെയാണ് നമ്മളെല്ലാം ഫാമർ ലീഗിൽ നിന്ന് വളരെയധികം കളിയാക്കി സംസാരിക്കുന്ന, ഒരിക്കലും 1% പോലും മെസ്സി, നെയ്മാർ, എംബാപ്പെ ഉള്ള സമയത്താണെങ്കിൽ ഓക്കെ, നമ്മളെല്ലാം എന്തെങ്കിലുമൊക്കെ ഒരു മിറാക്കൾ സംഭവിക്കും എന്ന് നമ്മളെല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യും. പക്ഷേ ഇപ്പോൾ എടുത്ത് പറയത്തക്ക ഒരു വലിയൊരു താരം PSG അവൈലബിൾ അല്ല. ഈ ഒരു സിറ്റുവേഷനിൽ വന്നിട്ടാണ് ലിവർപൂളിന് ഇത്രയും ഈസി ആയിട്ടൊന്നും പറയുന്നില്ല, പക്ഷേ എന്തായാലും അവർ വിൻ ചെയ്തു, ക്വാളിഫൈഡ് ആയി. ഒരിക്കലും ഇപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇനി അടുത്ത മത്സരം നടക്കാൻ വേണ്ടി പോകുന്നത് ബയൺ മ്യൂണിക് വേഴ്സ് ഇന്റർ മിലാൻ മത്സരം ഏപ്രിൽ 9 നടക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു മത്സരത്തിൽ ഇന്റർ മിലാൻ വിൻ ചെയ്യും എന്നാണ് ഞാൻ പ്രഡിക്റ്റ് ചെയ്യുന്നത്. ഇന്റർ മിലാൻ ഈ ഒരു സീസൺ ലീഗിൽ ഇപ്പോൾ 1ാം സ്ഥാനത്താണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. കിട്ടിയില്ല പെർഫോമൻസ് ആണ് ഇന്റർ മിലാൻ നിലവിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിലായാലും ഇറ്റാലിയൻ ലീഗിൽ ഈ ഒരു സീസൺ ഭയങ്കര ടൈറ്റായിട്ടുള്ള ഒരു ഷെഡ്യൂളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രീമിയർ ലീഗ് എങ്ങനെയാണോ ലാ ലീഗ് എങ്ങനെയാണോ അതിന് കാരണം ഒരു 6-7 ടീം ഇപ്പോൾ ലിസ്റ്റിലുണ്ട് ടോപ്പ് 4 പിടിക്കാൻ വേണ്ടിയിട്ട്. അതും 2-3 പോയിന്റ് ഡിഫറൻസിൽ മാത്രമാണ് ഇന്റർ മിലാൻ ആയാലും അതുപോലെ അറ്റ്ലാന്റ, ഒരുപാട് ടീംസ് ചെറിയ പോയിന്റ് ഡിഫറൻസിൽ മാത്രമാണ് നിലവിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബയണിനെ സംബന്ധിച്ചിടത്തോളം അറ്റാക്കിങ്ങിലി വെൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അറ്റാക്കിംഗ് നിര തന്നെയാണ് ബയണിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഡിഫെൻസീവിലേക്ക് വരുന്ന സമയത്ത് വളരെയധികം ഈസി ആയിട്ട് ബീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ബയൺ ഇന്ററിനെ തോൽപ്പിക്കുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ എന്താണ് സംഭവിച്ചത്, ജസ്റ്റ് ഒരു പ്രഡിക്ഷൻ മാത്രമാണ്. ആർസനൽ വേഴ്സ് റയൽ മാഡ്രിഡ് ഏപ്രിൽ 9 12:30 തന്നെയാണ് മത്സരം തുടങ്ങുന്നത്. ഈ ഒരു മത്സരം പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല, റയൽ മാഡ്രിഡ് തന്നെയാണ്. പക്ഷേ ഒരിക്കലും ആർസനലിനെ വളരെ വില കുറച്ച് കാണുന്നതല്ല. പക്ഷേ റയൽ മാഡ്രിഡിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് എന്തായാലും ആർസനലിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പിന്നെ ആർസനൽ എടുത്ത് നെഗറ്റീവായിട്ട് പറയാനുള്ള, നെഗറ്റീവ് എന്നല്ല, ഒരുപാട് ഇഞ്ചുറീസും പ്രോബ്ലംസും ഉണ്ട്. പക്ഷേ അവർക്ക് സ്ട്രൈക്കർ എന്നുള്ള ഒരു പ്രോബ്ലം നിലവിൽ കായ ഹവേർട്സ് ഇല്ല. അതുപോലെ സാക്ക ഇഞ്ചുറിയാണ്, നെക്സ്റ്റ് ലെഗിൽ വരുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ വന്ന ഒരു സമയത്ത് തന്നെ ഇതുപോലൊരു ബിഗ് മാച്ചിൽ വരുന്ന സമയത്ത് അവർ പഴയ ഫോമിലേക്ക് തിരിച്ചു വരുമെന്നൊരിക്കലും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇനി എന്തെങ്കിലുമൊക്കെ മിറാക്കൾ സംഭവിക്കുമെന്നും പറയാൻ വേണ്ടി സാധിക്കില്ല. എന്തായാലും സാധ്യത റയൽ മാഡ്രിഡിന് തന്നെയാണ്. ഡോട്ട്മുണ്ട് വേഴ്സ് ബാഴ്സലോണ. ഈ സീസൺ ലിവർപൂളിന് എങ്ങനെയാണോ നമ്മളെല്ലാവരും കണ്ടിരിക്കുന്നത് അതുപോലെ തന്നെയാണ്. 2ാം സ്ഥാനത്താണ് ചാമ്പ്യൻസ് ലീഗിൽ അവർ കയറിയിട്ടുണ്ടായിരുന്നത്. സ്റ്റിൽ ഫ്ലിക്ക് വന്നതിന് ശേഷം ഉള്ള ബാഴ്സലോണ എന്ന് വെച്ചാൽ ഒരിക്കലും എഴുതി തള്ളാൻ പറ്റാത്ത തരത്തിൽ ഇപ്പോഴും ഒരുപാട് ബിഗ് മാച്ചസിലേക്ക് വളരെ ഈസി ആയിട്ടാണ്. റയൽ മാഡ്രിഡിനെ പോലും ഒരുപാട് ഈ സീസൺ തന്നെ 2 വട്ടം പണിക്കിട്ടിട്ടുണ്ട്. അതും ഒന്നുമില്ലെങ്കിൽ നമുക്ക് അത്ലറ്റിക്കുമായിട്ട് മാച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് പെനാൾട്ടി എന്നൊക്കെ പറയാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഇത് വലിയ മാർജിനിലാണ് റയൽ മാഡ്രിഡിനെ പോലും ഈസി ആയിട്ട് തോപ്പിച്ചിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ ബാഴ്സലോണ വളരെ വലിയൊരു തിരിച്ചടി തന്നെയായിരിക്കും റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം. PSG വേഴ്സ് ആസ്റ്റൺ വില്ല. ഈ PSG നിലവിലെ ഫോം ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ആസ്റ്റൺ വില്ല ഇപ്പോൾ ആർസനലിനെ പറഞ്ഞ പോലെ തന്നെ അത്ര ഈസി ആയിട്ട് ഒരിക്കലും ബീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സെമി ഫൈനൽ വരാൻ സാധ്യത റയൽ മാഡ്രിഡ്, ബാഴ്സലോണ, PSG, ഇന്റർ മിലാൻ ആയിരിക്കും.
ഫൈനൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് റയൽ മാഡ്രിഡ് ബാഴ്സലോണ ഈ ഒരു ടീമാണ് ഫൈനലിൽ വരണം എന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഫൈനൽ ബാഴ്സലോണയെ ബീറ്റ് ചെയ്തുകൊണ്ട് റയൽ മാഡ്രിഡ് കിരീടം ചൂടണം എന്നാണ് എൻ്റെ വളരെ അധികം ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം. പക്ഷെ എന്താണ് സംഭവിക്കുക എന്നൊരിക്കലും നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്ന കാര്യം തന്നെ നടക്കണം എന്നില്ല. ഞാൻ പറഞ്ഞല്ലോ ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സീസൺ ഈ സ്ക്വാഡിലേക്ക് നോക്കുന്ന സമയത്ത് നെഗറ്റീവായിട്ട് പറയാൻ വേണ്ടിയിട്ട് ആരും തന്നെ ഇല്ല. ഫ്രണ്ട് ലൈനിൽ വരുന്ന സമയത്ത് യമാലായാലും ശരി, അതുപോലെ ലെവൻഡോസ്കി, റാഫിഞ്ഞ, ഡാനിയൽ ഒൽമോ, മിഡ്ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് ഡെയോങ്, പെഡ്രീനോ എന്നൊക്കെ എനിക്കൊന്ന് ബാലൻഡൂർ ലിസ്റ്റിലേക്ക് ഇപ്പോൾ ടോപ്പ് 5 വന്നിട്ടുണ്ട്. പെഡ്രിയുടെ പേരൊക്കെ ഇപ്പോൾ ഒരുപാട് പേര് ചർച്ച ചെയ്യുന്നതായിട്ട് കാണപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ബാഴ്സലോണയെ ഈസി ആയിട്ട് ബീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഒരിക്കലും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഗൈസ്, ഇതാണ് റയൽ മാഡ്രിഡ് ബാഴ്സലോണ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.